ഷി ആർ പത്മകുമാർ ആരോട് ചോദിച്ചിട്ടാണ് ഈ റെയിൽവേ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, കേരളം അത് ഉപേക്ഷിച്ചതാണല്ലോ എന്ന്? അങ്ങനെയല്ല, മാഷ് പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കേരയിൽ കേന്ദ്ര സംസ്ഥാന സംരംഭമാണ്. അത് കേരയിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ ഈ സിൽവർ ലൈൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം നടക്കുന്ന ഒരു പദ്ധതിയാണ്. ആ സിൽവർ ലൈനാണ് എതിർക്കുന്നത്. കേരളയിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ അല്ല എതിർക്കുന്നത്. അല്ല, അത് തന്നെ, അതാണ് ഫീസിബിൾ അല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ കേന്ദ്ര ഗവൺമെന്റിനെ എതിർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കേരളം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സംരംഭമാണ്. കേരളത്തിന്റെ അല്ല അല്ല ഞാൻ അത് പറഞ്ഞോട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞതിലെ തെറ്റിദ്ധാരണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് ഫീസിബിൾ അല്ല. ഭാവിയിലെ റെയിൽവേ വികസനത്തിന് അത് ബാധിക്കും. എന്താ പ്രൊഫസർ കെ വി തോമസ് പറഞ്ഞോ, മാഷ് പറഞ്ഞോ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ശരി തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. കേരയിൽ എന്ന് പറയുന്ന കോർപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത കോർപ്പറേഷനാണ്. അതാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ കേന്ദ്രത്തിൻ്റെ സമീപനം? കേരളയിൽ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, അത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ് സിൽവർ ലൈൻ എന്ന്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയട്ടെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞങ്ങൾ പറയുന്നത് ഈ കൊടുത്ത റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടല്ലോ. റിപ്പോർട്ടർ തിരിച്ചയക്കട്ടെ. ആരറിയിച്ചു? ഒരാളെ പോലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. വാക്കാലല്ലോ. അല്ല, അതൊരു ശരിയല്ല. റെയിൽവേ മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടില്ല ആർക്കും. കൊടുത്തിട്ട് ഒരു കോപ്പി അനുമാനിക്കാൻ കഴിയുന്ന കാര്യമുണ്ട് ഷി ആർ പത്മകുമാർ. അതായത് കേരളം നേരത്തെ കൊടുത്ത ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല. അത് താങ്കൾ പറയുന്ന പോലെ അത് ഫീസിബിൾ അല്ല എങ്കിൽ അത് എഴുതി തന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ നമുക്ക് പുതിയ റെഡിയാണ്. ആ പുതിയ പ്രോജക്റ്റ് ഫീസിബിൾ അല്ല, നിങ്ങൾ വേറെ പ്രോജക്റ്റ് കൊടുക്കണം. അല്ല വേറെ പ്രോജക്റ്റ് കൊടുക്കണം. കഴിഞ്ഞ ദിവസമല്ലേ റെയിൽവേയുടെ വകുപ്പ് നമ്മുടെ മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് പോയത്. ഇവർ കൊടുത്തിട്ടുള്ള ഫീസിബിൾ അല്ല. രണ്ടും അത് മാത്രമല്ല, 690 കിലോമീറ്റർ ഏകദേശത്തിൽ 400 കിലോമീറ്ററോളം ഈ വലിയ മതിൽ പോലെ കെട്ടിപ്പൊക്കി അത് നമ്മുടെ വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അതിനെ സംബന്ധിച്ച്. അത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് റെയിൽവേ വേണം. അതിന് ഇപ്പം തന്നെ 39ഓളം കർവുകൾ മാറ്റിയെടുത്താൽ അതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല. 39 കർവുകൾ മാറ്റിയാൽ തന്നെ ഈ ഇദ്ദേഹം പറയുന്ന നിലവിലെ റെയിൽവേ ട്രാക്കിൽ മറുപടി ഉണ്ടാവും അല്ലേ? തീർച്ചയായും. ഒരു മിനിറ്റ് അല്ല, അതിന് നോക്കൂ, അത് റിജക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി കേരളം കാത്തു നിൽക്കുകയാണോ എന്ന് സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളൂ. അത് തന്നെ പറയും. നമുക്ക് റിജക്ട് ചെയ്ത് കിട്ടിയാൽ മതി. അതാ ചോദിക്കുന്നത്. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്? റെയിൽവേ മിനിസ്ട്രി നമ്മുടെ സദേൺ റെയിൽവേ കത്തയച്ചിട്ടുണ്ട് നമ്മുടെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ. പക്ഷേ നമുക്ക് മറുപടി വരണ്ടേ? ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ അത് പത്മകുമാർ പറഞ്ഞാൽ പോരല്ലോ. ഒഫീഷ്യലായിട്ട് റെയിൽവേ മിനിസ്ട്രിയോ സദേൺ റെയിൽവേയോ പാർലമെന്റിലെ ഒരു മറുപടി, അങ്ങനെ ഒരു മറുപടി, ഇത് മറുപടി എന്നെ കാണിച്ചാൽ ഞാനിതെല്ലാം അവസാനിപ്പിക്കും. ഒരു മറുപടി അല്ല, ഒരു മറുപടി പാർലമെന്റിൽ പറഞ്ഞ മറുപടിയുടെ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഇത് ഞങ്ങൾ റിജക്ട് ചെയ്തിരിക്കുന്നു, ഒരു മറുപടി കിട്ടട്ടെ. ആ മറുപടി പാർലമെന്റ് വരുമല്ലോ.
അല്ല, ഇതിനെ സംബന്ധിച്ച് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കെയർ റെയിലുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ക്യാപ്റ്റൻ അബയൻസ് എന്നുള്ള നിലയിലിരിക്കുന്നത്. അത് പത്മകുമാർ, ഞാൻ എല്ലാ റെസ്പെക്റ്റോടുകൂടി പറയുന്നു, കാരണം നിങ്ങൾക്കൊക്കെ കുറേ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ശരിയല്ല. നമ്മുടെ റെയിൽവേ മന്ത്രി ഇനി കേരളം ഇത് വിട്ടു കഴിഞ്ഞു. കേരളം എന്നാ വിട്ടത്? കേരളം ഉപേക്ഷിച്ച പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇതെല്ലാം കാണിച്ച് വളരെ വിശദമായ കത്ത് കൊടുത്തു. പത്മകുമാറിന് ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത് ചെന്നിത്താണ്ട പാടില്ല. കെയറെയിലിൻ്റെ ആണ് പ്രോജക്റ്റ്, സിൽവർ ലൈനാണ് ആ പ്രോജക്റ്റ്. അത് കൊടുത്തിട്ടുണ്ട്, DPR കൊടുത്തിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് തിരിച്ചയക്കണം. ഇത് ചെയ്യാതെ കേരളം ഉപേക്ഷിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടുപോകരുത്. കേരളം ഉപേക്ഷിച്ചിട്ടില്ല. നോക്കൂ, ശരി. Debate with MV Nikesh Kumar.